ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം പള്ളത്തി പള്ളത്തി നമ്മുടെ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഇപ്പം നമ്മൾ ഒരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട്. ആറന്മുള എന്നാണ് വന്നിരിക്കുന്നത്. ചെല്ലപ്പൻ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ ആ പുള്ളി പള്ളത്തിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബറാണ്. വണ്ടി ഈ അക്കരെ വന്ന് നമ്മൾ വള്ളത്തിൽ അക്കരയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പള്ളത്തി സ്റ്റോക്ക് എന്തുമാത്രമുണ്ട് എന്നൊക്കെ ഇന്നിപ്പോൾ കാണാം. കുറച്ച് വെള്ളത്തിൽ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. കുറച്ച് വെള്ളത്തിൽ മതിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം, ആറന്മുളയിൽ നിന്ന് നമ്മുടെ വീട്ടിൽ പള്ളത്തി മേടിക്കാൻ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. കൂടെ നമ്മളെ കാണാനും പരിചയപ്പെടാനുമാണ് വന്നിരിക്കുന്നത്. എന്തായാലും പുള്ളിക്ക് നമുക്ക് പള്ളത്തി എടുത്തു കൊടുക്കാം. നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുന്നതിന് മുമ്പേ പള്ളത്തിക്ക് മൊത്തം ഓർഡറായി. കുറേ പള്ളത്തി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ഓർഡർ അനുസരിച്ച് പള്ളത്തി കിട്ടുന്നതനുസരിച്ച് ഇനിയിപ്പം പള്ളത്തി നമ്മൾ കൊടുക്കും. അപ്പോൾ നമ്മൾ സാറിന് പള്ളത്തി കൊടുക്കാം. പള്ളത്തിക്ക് നമ്മൾ പ്രതീക്ഷിക്കാതാണ് എത്ര ഓർഡർ വരുന്നത്. കാര്യം ഇത്രയും പള്ളത്തി നമ്മൾ എങ്ങനെ തീർക്കും, എന്നെ ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഒത്തിരി ആൾക്കാർ വിളിച്ച് കുറച്ചേറെ ആൾക്കാർ വരികയും ചെയ്ത് നമ്മൾ പള്ളത്തി കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പം നമുക്ക് പള്ളത്തി കിട്ടുന്നതനുസരിച്ച് ഇനി ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പം കുറച്ച് പള്ളത്തിയുടെ ഉണ്ട് നമ്മുടെ ഈ എറമ്പിലെല്ലാം ഇങ്ങനെ കൂട് കെട്ടിയിട്ടിട്ടുണ്ട്. ണ്ടോ, എല്ലാം നല്ല മുഴുത്ത വെള്ളത്തിയാണ്. ഫ്രഷായിട്ട് നല്ല ജീവനോടെ തന്നെ ഇട്ടിരിക്കുന്നതാണ്. ഇവിടെ നിന്ന് എടുക്കട്ടെ, ഇരിക്കട്ടെ. കുറച്ച് വെള്ളമുണ്ട്, അതിങ്ങോട്ട് പോട്ടെ. എല്ലാം നല്ല മുഴുത്ത വെള്ളത്തിൽ തന്നെ, നല്ല വെള്ളത്തിൽ, സൂപ്പർ വെള്ളത്തിലാണ്. ഇനിയുണ്ട്, കുടന്ന് വെച്ചോട്ടെ. ഇനിയിപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ കൂട് വേണം നമുക്ക് കഴിക്കാൻ. ഈ കൂട് കഴിക്കാം. ഇത് നമ്മൾ ബക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് ഇടുന്ന പ്രശ്നമില്ല, തേക്കാത്ത പോകും. അപ്പോൾ അതുകൊണ്ട് ബക്കറ്റിൽ ഇടുന്ന എന്തുമാത്രം ഉണ്ട് അത്രയും കൊടുക്കുക. ആ അതെ, കൂടിനകത്ത് കിടക്കാവുന്ന ഒരു പരിധിയുണ്ട്. അത്രയും മീനെ നമ്മൾ ഇടത്തുള്ളൂ. ഇതും കൂടെ നമുക്ക് ആക്കില്ല. എല്ലാം പോകുന്നുണ്ട്. ഇതെല്ലാം ഇപ്പൊ രാവിലെ പോയതാ. അപ്പൊ ഇത്രയും കൂട്ടിനകത്ത് നമ്മൾ വളർത്തിയിട്ടിരുന്നതാ. ഇത്രയും കൂട്ടിനകത്തേം വെള്ളത്തി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇന്നലെയും കുറെ ഏറെ പോയി. അവന് മീൻ എടുക്കുന്നത് കാണാൻ വന്ന. നമുക്ക് ഇതിനകത്തൊന്നും കുറച്ച് വെള്ളത്തി എടുക്കാം. അതിനോട്ട് കുറഞ്ഞിട്ട് ഞാൻ എന്നാ അറിയാം, 10 പോത്തേ ഉള്ളൂ. കുട്ടി ഇപ്പം അങ്ങനെ വെച്ചോണ്ടിരുന്നാലേ കത്തുപോകും. നമ്മൾ പൊക്കിയെടുത്ത് എല്ലാം കഴിയുമ്പം തന്നെ അത് വേണ്ട. കണ്ടടിയില്ല സാധിക്കും. തുളിക്കുഞ്ഞായിരുന്നു. ഇത്രയും മീനാണ് കൊടുക്കുന്നത്. എല്ലാം നല്ല മുഴുത്ത വെള്ളത്തിയാണ്. ഈ പള്ളത്തിൽ തന്നെ പോരാ, പുള്ളിക്ക് വേറെ ശകലം മീൻ വേണം, അതുകൂടെ കൊടുക്കട്ടെ. അപ്പം നമുക്ക് ഈ പള്ളത്തി എന്തുമാത്രം ഉണ്ടെന്ന് തൂക്കി നോക്കാം.
നമ്മൾ അത് കൊടുക്കുന്നതല്ല. നിങ്ങള് പിന്നെ സംശയം വരും, നിങ്ങള് എത്ര കിലോ ഉണ്ടെന്ന് എത്ര കിലോ കൊടുത്തു, എത്ര കിലോ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇത് നമ്മൾ തൂക്കി എങ്ങനെ കൊടുക്കുന്നു അല്ലെ മറ്റൊന്ന് കൊണ്ടല്ല ചെയ്യുന്നത്. നിങ്ങളുടെ സംശയങ്ങൾ തീരണ്ടേ? ഉണ്ട് 7.5 1 കിലോ ബക്കറ്റും പോയി 6.5 കിലോ. അപ്പോൾ ഇത് നിങ്ങളുടെ സംശയം കൊണ്ടാണ് നമ്മൾ തൂക്കിയത്. അതായത് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബറിന് കൊടുക്കുന്ന മീൻ നമ്മൾ തൂക്കാറില്ല. ഇനി നമുക്ക് പുള്ളിക്ക് വേറെ ശകലം മീനുണ്ട്, അത് എടുത്തു കൊടുക്കുക. അതെന്തൊക്കെ മീനുണ്ടെന്ന്, കുറുവായൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പിടിച്ചിട്ടിരുന്ന മീനാണ്. അതുകൂടെ ഈ കൂട്ടത്തിൽ നമുക്കിടാം. ഈ കൂട്ടത്തിലെല്ലാം വേറൊരു ബക്കറ്റ് ഇടാം, ഈ ബക്കറ്റ് ഇടാം. നമ്മൾ മീനെല്ലാം ജീവനോടെ തന്നെ ഫ്രഷോട് കൂടി തന്നെ ഇട്ടിരിക്കുന്നത്. ഇത്ര മീനേ ഉള്ളു നമ്മുടെ ജീവനോടെ കിടക്കുന്നത്. ഇതിനകത്ത് തൂളിയുണ്ട്, കുറുവയുണ്ട്, കരിമീനുണ്ട്, പൂളകനുണ്ട്. നമുക്ക് ഈ ജീവനോടെ കിടക്കുന്ന ഈ എല്ലാ മീനും ജീവനോടെ ഉണ്ട്. ഈ മീനോടെ പുള്ളിക്ക് കൊടുക്കാം. പുള്ളിക്ക് പൂളകൻ അത്യാവശ്യമുണ്ട്. പൂളകനെ വേണമെന്നാണ് ഇങ്ങനെ പറഞ്ഞത്. കരിമീനുണ്ട്, തൂളി, പൂളകൻ ഇതുണ്ട്, 2 പൂളകനുണ്ട്. അപ്പോൾ നമുക്ക് ഈ മീന് നേരെ ഇക്കരെ കൊണ്ട് കൊടുക്കാം. ഇത് കണ്ടോ പുള്ളി കിടക്കുന്നത് കാണാമോ? ഇത് കുറേ സമയമായി വന്നിട്ട്. പുള്ളി ചാടുന്നുണ്ട്. ഇത് നേരെ നമുക്ക് അക്കരെ കൊണ്ട് കൊടുക്കാം. നമ്മൾ ഇക്കരെ ഇറമ്പി വന്നിട്ടുണ്ട്. ആണ് പുറത്തോട്ടിരിക്കുന്ന ആളാണ് ചെല്ലപ്പൻ സാറ്. ആ വിഷയമായി. ഇപ്പം വയ്യാഴിയുണ്ട് പുള്ളിക്ക്, അതുകൊണ്ടാണ് പുറത്തോട്ട് ഇറങ്ങാതിരിക്കുന്നത്. അപ്പം നമുക്ക് മീനെ കരക്കോട്ടെടുക്കാം. നമ്മൾ മീനെടുത്ത് ഇക്കരയ്ക്ക് വെച്ചിട്ടുണ്ട്. ചെല്ലപ്പൻ സാറിനെ കണ്ടായിരുന്നു. ചെല്ലപ്പൻ എന്നാണ്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. പുള്ളി ഇവിടെങ്ങും അല്ല ജോലി ചെയ്തോണ്ടിരുന്നത്, കാസർഗോഡാണ്. കണ്ണൂർ വയനാട് ആ ഭാഗങ്ങളിലൊക്കെ 31 കൊല്ലം ഉണ്ടായിരുന്നു. കണ്ണൂരാണ് മെയിൻ. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ നാട്ടിലൊക്കെ ആദ്യം ഞാൻ 76-ൽ പോലീസുകാരനായിരുന്നു. പിന്നെ അവിടെ SIയും കഴിഞ്ഞു ഒക്കെ നിലനിർത്തി. ഇപ്പം താമസം ഈ വെൺമണി പഞ്ചായത്തിൽ കുതിരവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഈ ആറ്റിമീനോടുള്ള ആ ടേസ്റ്റ് കൊണ്ടാണ് ഇദ്ദേഹമായിട്ട് പരിചയപ്പെടാനും വരാനും കാരണം. നിങ്ങളുടെ വീഡിയോ കാണാൻ എൻ്റെ കാരണക്കാർ. നമ്മുടെ വീഡിയോ കണ്ടാണ്, സബ്സ്ക്രൈബറുമാണ്, അങ്ങനെയാണ് വരുന്നത്. ഏതായാലും നമ്മൾ പുള്ളി ആഗ്രഹിച്ച പോലെ തന്നെ കാലിന് ഷുഗർ വന്നിട്ട് കാലിനൊരു അല്പം ഇതുണ്ട്, എന്നാലും ഞാൻ എത്തിപ്പെട്ടു. അപ്പൊ ഈ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ അപ്പൊ കണ്ണിന് വെള്ളം വരുന്നുണ്ടോ? സാറ് പറഞ്ഞ പോലെ തന്നെ പള്ളത്തി ഇതിനകത്ത് പൂളകൻ എന്നോട് പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞു 3 പൂളകനുണ്ട്. ഓ, അത് ഭാഗ്യമായല്ലോ. ഒന്നേ ഉണ്ടാകുന്നുള്ളതാ പറഞ്ഞത്. 3 എണ്ണം ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് നേരെ ബക്കറ്റിലോട്ട് ഇട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ചാടിപ്പോവും, ഇനിയും ചാടിപ്പോവും. കാര്യം ജീവനോടെ കിടക്കുന്ന സാധനമല്ലേ. വള്ളത്തിയെല്ലാം താഴെ പോയിട്ടുണ്ട്. നമുക്കത് ഇനി എടുത്തിട്ട് കൊടുക്കണം. ഇത് നമ്മുടെ ഈ മീനോട് അതിനോട് ഇട്ട് ഇതിൻ്റെ അടപ്പ് ഇട്ടേക്കാം. ഇതിൻ്റെ അടപ്പ് അങ്ങ് ഇട്ടേക്കാം. അപ്പോൾ പള്ളത്തിൽ ഇനി നമുക്ക് താഴെ പോയത് എടുക്കണം. അപ്പം ഇത്ര മീൻ നമ്മൾ ചെല്ലപ്പൻ സാറിന് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പം സന്തോഷം നിങ്ങളെ കാണാനും. നിങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു ഞാൻ ആദ്യമായിട്ടാണ് ഈ നാട്ടിൽ വരുന്നത്. ആലപ്പുഴയ്ക്ക് ധാരാളം പോയിട്ടുണ്ട്. ഞാൻ ഈ കയ്യൊന്ന് കഴിയട്ടെ. ആയിക്കോട്ടെ.
അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അതെ. ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.